ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ടെറസിൽ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പ് ബീൻസൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ടെറസിലേക്ക്. അപ്പോഴാണ് വഴുതനയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗായ്സ്. അപ്പോൾ ബീൻസ് നട്ടതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നട്ട ബീൻസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. നട്ടിട്ട് ഒരു 4 ദിവസമായിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരുവിധം മൂത്ത വഴുതന നോക്കി ഞാനത് പറിച്ചെടുക്കുകയാണ്. ഇത് പറമ്പിൽ നിന്ന് കുറച്ച് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വഴുതനയും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ മെഴുകുവരട്ടിയെങ്കിലും ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൽ. ഫ്രഷായിട്ട് പറിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മൂത്തത് നോക്കി 2-3 എണ്ണം ആ ചെടിയിൽ നിന്ന് കിട്ടിയിട്ടോ. അത് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തും കൂടെ പറിക്കാണ്ട്, അതും കൂടെ പറിച്ചെടുക്കാം. ബാക്കിയൊക്കെ പൂവാണ് കേട്ടോ. സൈഡിലൊക്കെ കുറേ പൂവ് എടുത്തിട്ടുണ്ട് അടിച്ചെടിയിൽ. ഇത് ഒരു പച്ച കളർ വഴുതനയാണ്. അപ്പോൾ അത് ഒരുവിധം മൂത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തു. അതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, 2 ദിവസത്തിന് മുമ്പ്. അപ്പോൾ ബീൻസൊക്കെ മുളച്ചിട്ടുണ്ട്, കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ സന്തോഷമാണ് കേട്ടോ. 2-3 ദിവസമായിട്ടുള്ളൂ നട്ടിട്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ ഗൈസ്. എന്തായാലും ഒരു 40 ദിവസമൊക്കെ ആയ ബീൻസ് കായ്ക്കാൻ തുടങ്ങും കേട്ടോ. പെട്ടെന്നാവുക ബീൻസ് നട്ടാൽ. അങ്ങനെ ഞാൻ എല്ലാ ചെടിച്ചട്ടിയിലും പിന്നെ വഴുതനയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ? അതിൽ കുറച്ച് മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേതായാലും ഒരു 2-3 ദിവസമെങ്കിലും പിടിക്കും വരാൻ. അപ്പോൾ ബീൻസ് വന്നത് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്ത് 2-3 ചെടിയിലും കൂടെ വഴുതനയുണ്ട്, അതും കൂടെ പറിച്ചെടുക്കാം. മഴ 2-3 ദിവസം മുമ്പ് മഴ നല്ലോണം ഉണ്ടായിരുന്നേ. അപ്പോൾ ചെറിയൊരു ചാറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ വന്നെല്ലാം ഒഴിച്ചു കൊടുത്തു ഗൈസ്. ഇത് വെള്ള വഴുതനയാണ് കേട്ടോ. അതും കൂടെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു 4-5 കായ ചെടീന് കിട്ടി കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം പറിച്ചെടുത്തു കേട്ടോ അതിൽ നിന്ന്. ഇതൊരു തരം വഴുതനയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ? അപ്പോൾ അത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 എണ്ണം ഞാൻ ആദ്യം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെടിയിലും. ഇതൊരു വയലറ്റ് വഴുതന, ചെറിയ തരം വഴുതനയാണ്. ഇത് ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറിച്ചെടുത്തു. 2 വഴുതന ഉണ്ടായിരുന്നേ. ഇതിങ്ങനെ നമ്മൾ കായ്ച്ചിട്ട് പറിച്ചെടുക്കുമ്പോൾ നല്ല സുഖാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് മെഴുകുവരട്ടിയോ കറിയോ വയ്ക്കാം. ബാക്കിയുള്ളതിലൊക്കെ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? കുറേ പൂവ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും 4-5 എണ്ണം കിട്ടും കേട്ടോ. ഓരോ ചെടിയിലും നമ്മളിങ്ങനെ ഓരോന്ന് പറിച്ചാലും കിട്ടുവേ. ആവശ്യത്തിന് കിട്ടും കറി വയ്ക്കാൻ. അപ്പോൾ ഇതിലൊക്കെ പൂവാണ് കേട്ടോ. ബാക്കിയുള്ള ചെടികളെല്ലാം പൂവ് എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഒരുവിധം ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇത് പറിക്കാം. അങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് താഴോട്ട് കൊണ്ടുപോകാം. അവിടെ കുറച്ച് ചീരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിക്കണം. മണിത്തക്കാളി ചീരയുണ്ട്. ഈ ബീൻസൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, മുളച്ച് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. അവിടെ കുറച്ച് ചീരയൊക്കെ ഉണ്ട്, അത് പറിക്കണം. പിന്നെ ചെടികളൊക്കെ നല്ലോണം മഴ പെയ്തപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം കിളുക്കുമല്ലോ. കുറേ ആയിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്നും ഞാൻ വെട്ടിവിടാത്തത്. അപ്പോൾ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ വെട്ടിവിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കണം, 10 മണി ചെടിയൊക്കെ. അപ്പോൾ ഞാൻ താഴോട്ട് വന്നപ്പോൾ ഒരു പൂമ്പാറ്റ ചെമ്പരത്തി ചെടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മെല്ലെ തൊട്ടതാണ്. അത് പറന്നുപോയി ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇലയിലേ അപ്പോൾ പെട്ടെന്ന് പറന്നുപോയി തൊടുമ്പോൾ. അപ്പോൾ ഇതാണ് മണിത്തക്കാളി ചീര, ചുക്കുറ്റിച്ചീര എന്നും പറയും കേട്ടോ. ഇതിന് ഓരോ തരം പേരുണ്ട് കേട്ടോ. അപ്പോൾ അറിയുന്നവർ ഇത് കമൻറ്റിൽ പറയാം.
ഞങ്ങൾ ഇതിൽ മണിത്തക്കാളി ചീര എന്നും പറയും, ചുക്കുരി ചീര എന്നും പറയും. ചെറിയൊരു കയ്പുണ്ടാവും കേട്ടോ, എന്നാലും നല്ലതാണ് കേട്ടോ. ഇത് വയറ്റിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങാനൊക്കെ നല്ലതാണ്. ഇത് പച്ചച്ചീരയാണ് കേട്ടോ, അതും കുറച്ചുണ്ട്, അതും കൂടെ പറിച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ പറിക്കണതൊന്നും വീഡിയോ ആക്കിയിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പൂച്ച വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും അത് പുറകിലുണ്ടാവും ഗൈസ്. അപ്പോൾ അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ആ സൈഡിൽ കുറച്ച് പാവയ്ക്കൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു, നോക്കാൻ വേണ്ടി വന്നതാണ് താഴെ. അപ്പോൾ അത് ഒരുവിധം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അത് കണ്ടില്ലേ, കുറച്ചും കൂടെ മൂപ്പാകണം. അപ്പോൾ അത് പറിക്കണമെങ്കിൽ ഒരു 4-5 കായ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെടിയിൽ. അപ്പോൾ അത് നാടൻ പാവയ്ക്കാണ്. നല്ല നമ്മൾ വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് മാറ്റിയിട്ട് തോരൻ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മണിത്തക്കാളി ചീര ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് വേണം തോരൻ വയ്ക്കാൻ ഗൈസ്. ഒരു 2-3 വെള്ളത്തിലേക്ക് കഴുകിയെടുത്തിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് തോരൻ വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ചീര കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ കർക്കിടകത്തിൽ. ഈ ഡാലിയ നല്ല കളറാണ് കേട്ടോ, മെറൂണും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തീ കളറും ഉണ്ട്, നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം മുട്ട എടുത്തിട്ടേ ഉള്ളൂ, ഇനി ഓണ സമയമൊക്കെ അല്ലേ, അപ്പോൾ ഇനി അത്തടാനൊക്കെ പൂവെടുക്കും ഗൈസ്, ആ സമയത്ത് കിട്ടുമായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ട് അട്ടപ്പാടിയിലൊക്കെ മഴ. അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ അറിയിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.